അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജുമാ നിസ്കാരം ഒരാൾ ഇമാമിൻ്റെ തൊട്ടു പിന്നിൽ നിന്നുകൊണ്ട് റാഹത്തായി പൂർത്തീകരിച്ച് ഇമാമിനോട് സംസാരിച്ച് പള്ളിയിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആ സമയത്ത് പള്ളിയുടെ മുന്നിലൂടെ ഒരു കള്ളുകുടിയൻ പോകുന്നുണ്ട്. ഇയാൾ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ ഇയാളെ കണ്ടോ, ജുമാൻ്റെ നേരാണ്, പള്ളിക്ക് പോലും വരൂല, കുടിയനാണ്, അത് ഗീബത്താണ്. അയാൾ കുടിയനാണ്, കുടിച്ചിട്ടാണ് പോകുന്നത്, പള്ളിയിലേക്ക് വരുന്നില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ ആ പറഞ്ഞത് അയാൾ ഇഷ്ടപ്പെടുന്നുണ്ടാവുമോ? ഇല്ല. എന്താണ് ഗീബത്ത്? ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് തൻ്റെ സഹോദരനെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് ഗീബത്ത്. അത് അയാളില്ലെങ്കിലോ ഗീബത്തും അവനെക്കുറിച്ചുള്ള കുറ്റം പറച്ചിൽ, കളവ് പറച്ചിൽ രണ്ടും കൂടെ ആവും. ഉള്ളതാണെങ്കിലോ ഗീബത്താകും. ഗീബത്തിന് പറഞ്ഞ മുഴുവൻ ദോഷങ്ങളും അതിനുണ്ടാകും. അവൻ കള്ള് കുടിച്ചത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. കണ്ണുകൊണ്ട് തന്നെയാണ് എല്ലാവരും കാണൽ, പക്ഷേ പറഞ്ഞത് ഗീബത്താണ്. അപ്പോൾ ഞാനൊരു തെറ്റ് കണ്ടു, കോടതിയിൽ സാക്ഷി നിൽക്കാൻ പറ്റൂലേ? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റൂലേ? പറ്റും. അങ്ങനെയുള്ള നിയമപരമായ അവസ്ഥകളിൽ നമുക്ക് നിയമപാലകരെ സഹായിക്കാം, അല്ലെങ്കിൽ അവൻ്റെ രക്ഷിതാക്കളോട് പറയാം. അവനിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്കുറപ്പുള്ള രക്ഷിതാക്കളോടോ ഉത്തരവാദിത്തപ്പെട്ടവരോടോ അറിയിക്കാം. അതല്ലാതെ ഒരാവശ്യവുമില്ലാതെ അങ്ങാടിയിലിരുന്ന് പരസ്പരം പറയുന്നത്, അത് വലിയ തെറ്റാണെങ്കിലും ശരി, ചെറിയ തെറ്റിനെ കുറിച്ചാണെങ്കിലും ശരി, ഉണ്ടായതാണെങ്കിലും ശരി, ഇല്ലാത്തതാണെങ്കിലും ശരി, നമ്മൾ കണ്ടതാണെങ്കിലും ശരി, കേട്ടതാണെങ്കിലും ശരി, തെറ്റ് തന്നെയാണ്. ഗീബത്തിന് പറഞ്ഞ എല്ലാ ദോഷങ്ങളും അവനുണ്ട്, അത് കേട്ട ആൾക്കുമുണ്ട്. ഗീബത്ത് പറഞ്ഞ ആൾക്ക് എത്രമാത്രം കുറ്റമുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഗീബത്ത് കേട്ട ആൾക്കുമുണ്ട്. കാരണം ഇവൻ കേട്ടിരുന്നത് കൊണ്ടാണ് അവൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്നോട് എൻ്റെ സുഹൃത്ത് ഗീബത്തായ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് പറയണം. പറയല്ലേ, അത് ഗീബത്താണ്, അത് മറ്റുള്ളവനെക്കുറിച്ച് കുറ്റം പറയലാണ്. ഉള്ളതായാലും ശരി, അത് അള്ളാഹുവിൻ്റെ കുറ്റമുള്ള കാര്യമാണെന്ന് പറഞ്ഞ് അവനെ മുടക്കണം. ഇല്ലെങ്കിൽ നമ്മളും അനുഭവിക്കേണ്ടി വരും.